സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പാവ് ഭാജിയുടെ റെസിപ്പിയാണ്. ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, ചേച്ചി എന്താ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഇടാറത്തെ, അതുപോലെ തന്നെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സ് ഐറ്റംസ് കുറവാന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ പരാതി തീർക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഈ പാവ് ഭാജി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പാവ് ഭാജി എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ മോനെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. കാരണം എൻ്റെ മൂത്ത പുത്രൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിലൊന്നാണ് പാവ് ഭാജി. ഞാൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അവയുടെ ഫ്രണ്ട്സിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവയുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുകയാണെങ്കിൽ അമ്മയോട് പറഞ്ഞിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാണ്ട് നമുക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്, അതേസമയം സ്വാദിഷ്ടമായ പാവ് ഭാജി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ഈ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് പൊട്ടറ്റോയും ഗ്രീൻ പീസും ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2 വലിയ പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി പീൽ ചെയ്തതിന് ശേഷം കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആണിത്. അതുപോലെ തന്നെ ഇത് 1 കൈപ്പിടി ഗ്രീൻ പീസ്. ഇത് ഞാനിപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. ഫ്രഷ് ഗ്രീൻ പീസ് ആയാലും കുഴപ്പമില്ല. പിന്നെ സാധാരണ ഇതിൽ എന്താ പറയുക, ഉണക്ക, അതായത് ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസ് യൂസ് ചെയ്യാറില്ല. അതേസമയം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഫ്രഷ് ഗ്രീൻ പീസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡ്രൈ ഗ്രീൻ പീസ് ഉപയോഗിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് തനിയെ വേവിച്ച് വെക്കണം. കാരണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവണമെന്ന് നിർബന്ധമില്ല. പിന്നെ കുറേ നേരം സോക്ക് ചെയ്തിടാൻ മറക്കരുത് ഡ്രൈ ആണെങ്കിൽ. ഫ്രഷ് ആണെങ്കിൽ ഇപ്പോൾ ഒരുമിച്ച് പൊട്ടറ്റോൻ്റെ കൂടെ ഒരുമിച്ചിട്ട് നമുക്ക് വേവിക്കാം. അപ്പോൾ ഇത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായി വേവിച്ചെടുക്കണം. അതിലേക്ക് നമ്മൾക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക, അല്പം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം 2 വിസിൽ കേട്ടോ. ഞാനിത് തുറന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഇത് കുക്കായിട്ടുണ്ട്. അപ്പോൾ തൊട്ട് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും നന്നായിട്ട് ഇതങ്ങ് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് മാഷ് ചെയ്യണം. ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കൈലിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് മാഷ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാവ് ഭാജിയൊക്കെ മാഷ് ചെയ്യാൻ പോകുന്ന ഇതുപോലത്തെ ഒരു സംഭവം വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ കംപ്ലീറ്റ് പൊട്ടറ്റോവും ഇതിൽ ചേർത്തിരിക്കുന്ന ഗ്രീൻ പീസും ഒക്കെ നന്നായിട്ട് അങ്ങ് ഉടഞ്ഞു കിട്ടും. അപ്പോൾ നന്നായിട്ടിത് ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനൊരു ചെറിയ പോർഷനാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് 2 എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 3 or 4 പൊട്ടറ്റോ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാതും വഴറ്റാണ് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത്. നമുക്ക് ഇനി ഗ്രേവി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെക്കുക. ആ കടായിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ വേണമെങ്കിൽ പകുതി, കുറച്ച് ബട്ടറും കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുക്കാം. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ തൽക്കാലം ബട്ടറാണ് ഇട്ടേക്കുന്നത്. അതൊന്ന് മെൽറ്റ് ആവട്ടെ. ബട്ടർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. പക്ഷേ ബട്ടർ ഇടുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ഒരു പാവ് ഭാജിയുടെ ഒരു മണം വരും. അതിന് വേണ്ടിയിട്ടാണ് ബട്ടർ ഇട്ടേക്കുന്നത്. അതിലേക്ക് ഞാനിപ്പോൾ 2 ചെറിയ സവാള കൊത്തിയെറിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ അരച്ചത്. ഞാനതിൽ വെളുത്തുള്ളി മാത്രമേ ചേർത്തിട്ടുള്ളൂ, ഇഞ്ചി ചേർത്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി പൊട്ടറ്റോയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അത് സൂക്ഷിക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/4 ഭാഗം പച്ച കളറ് ക്യാപ്സിക്കം ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണിത്. ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/4 പോർഷൻ എടുത്തിട്ടുണ്ട് ഞാൻ. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ സാധാരണ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിൽ പൊട്ടറ്റോ വേവിക്കില്ലേ, പൊട്ടറ്റോ വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടെ കുറച്ച് ചെറിയൊരു പോർഷനും കൂടെ ക്യാപ്സിക്കം അതിൽ അരിഞ്ഞിട്ടിട്ട് വേവിച്ചെടുക്കാറുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ പച്ചക്കറികൾ കഴിക്കാത്ത പിള്ളേരാണെന്നുണ്ടെങ്കിൽ അതിൽ ക്യാരറ്റ്, കോളിഫ്ലവർ, ബീൻസ് ഒക്കെ ഇടാം കേട്ടോ. ഈ പൊട്ടറ്റോൻ്റെ കൂട്ടത്തിൽ കൂടെ എന്തായാലും നമ്മൾ മാഷ് ചെയ്തെടുക്കുന്നതാണ്, നന്നായിട്ട് ഉടച്ചെടുക്കുന്നതാണ്. അപ്പോൾ പച്ചക്കറികളൊന്നും പുറത്തേക്ക് കാണാനേ പറ്റില്ല. പക്ഷെ കുട്ടികൾക്ക് അറിയും കൂടി ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ കുട്ടികളെ പറ്റിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. എൻ്റെ മോൻ കേൾക്കുന്നുണ്ടെങ്കിൽ അതിനെ ശരിയാക്കും. അങ്ങനെയൊക്കെയാണ് പിള്ളേരെ പറ്റിച്ചു കഴിഞ്ഞാൽ നമുക്ക് അമ്മമാർക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ സാധാരണ രീതിയിൽ പുറത്ത് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ പുറത്ത് കടയിൽ നിന്ന് കിട്ടുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കണം. അതായത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ വഴറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇതിൻ്റെ പാവ് ഭാജിയുടെ മസാല ഞാനിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ചാണ് യൂസ് ചെയ്യുന്നത്. പുറത്ത് പല കമ്പനീസിൻ്റെ മസാല കിട്ടുക, MTRൻ്റെ, അതുപോലെ തന്നെ ഷാൻ, ബാദ്ഷാ, അതൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് മസാലകളുണ്ട്. ഒരുപാട് നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യൻ മസാലകൾ യൂസ് ചെയ്യുക. അതേസമയം കുറച്ച് കുറവ് മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച്. ഇപ്പം ഞാനിപ്പോൾ സാധാരണ ഈസ്റ്റേൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് നന്നായിട്ട് തന്നെ തോന്നാറുള്ളത്. പിന്നെ ഞാൻ ഈ പാവ് ഭാജി മസാല പല റെസിപ്പികളിൽ നോക്കി ട്രൈ ചെയ്തിട്ടും എനിക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാവ് ഭാജി മസാലയുടെ പെർഫെക്ഷൻ എനിക്ക് കിട്ടുന്നില്ല. മസാല പൗഡർ മണപ്പിച്ച് നോക്കുമ്പോൾ
എന്തൊക്കെയോ ഒരു കുറവുകൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് 100% ഞാൻ ഹാപ്പി അല്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മസാല പൗഡറിൻ്റെ റെസിപ്പി കാണിക്കാത്തത്. അപ്പോൾ എന്തെങ്കിലും ഒരിക്കൽ എനിക്ക് പൂർണ്ണമായിട്ടും തൃപ്തിയായിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കത് റെസിപ്പി ഷെയർ ചെയ്യാം. അപ്പം അതുവരെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പൗഡർ വെച്ചിട്ടാണ് നമ്മുടെ പാവ് ഭാജി ഉണ്ടാക്കുന്നത്. പാവ് ഭാജി എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പാവ് ഭാജി. ഇപ്പം ഒരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പാവ് ഭാജി കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എക്സ്ട്രാ ഞാൻ കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ പാവ് ബണ്ണ് ചിലപ്പോൾ കിട്ടാറില്ല, എനിക്ക് എല്ലായ്പ്പോഴും അവൈലബിൾ ആവാറില്ല കടയിൽ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ചപ്പാത്തിയുടെ കൂടെ കൊടുത്തു വിടും, അതുപോലെ തന്നെ പൂരിയുടെ കൂടെ, ബട്ടൂരയുടെ കൂടെ, അതുപോലെ തന്നെ ഒന്നുമില്ലെങ്കിൽ വെറും ബ്രെഡിൻ്റെ കൂടെയും ഈ പാവ് ഭാജി മസാല നല്ല കോമ്പിനേഷനാണ്. ബണ്ണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആയി കിട്ടും. പക്ഷേ ബാക്കി ചപ്പാത്തിയുടെ കൂടെയൊക്കെ നന്നായിട്ട് പോകും. അപ്പോൾ കുട്ടികൾക്ക് കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സ് ഐറ്റം കൂടിയാണ് പാവ് ഭാജി. നിങ്ങൾ എന്നോട് ചോദിക്കാറില്ലേ സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ ലഞ്ച് ബോക്സ് ഐറ്റംസ്. അപ്പോൾ ഇത് ഒരു ലഞ്ച് ബോക്സ് ഐറ്റമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. മക്കൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കസൂരി മേത്തിയുടെ ഇല കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഉലുവയുടെ ഇല ഉണക്കിയതാണ് ഇത് കസൂരി മേത്തി എന്ന് പറയുന്നത്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. പിന്നെ മല്ലിയില നമ്മൾ വീണ്ടും ഇടും. കസൂരി മേത്തി മല്ലിയില അവസാനം ഇടുന്നുണ്ട്. പക്ഷെ ആദ്യം ഇതിൻ്റെ വഴറ്റുമ്പോഴും കുറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ് ഇത് ഇടുമ്പോൾ. കുറച്ചിട്ട് കൊടുക്കുക. ഇത് നല്ല കളർ വരട്ടെ കേട്ടോ, ബ്രൗൺ ഷെയ്ഡ് വരട്ടെ. നന്നായിട്ട് ഇത് നമുക്ക് മാഷ് ചെയ്തെടുക്കേണ്ടതാണ്. സവാളയൊന്നും കിട്ടാൻ പാടില്ല പിള്ളേർക്ക്. അപ്പോൾ നിങ്ങൾ സവാള അരിയുമ്പോൾ കൊത്തി അരിയാൻ ശ്രമിക്കുക. കാരണം കുഞ്ഞാക്കി അരിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നൈസായിട്ട് കിടക്കുള്ളൂ കറിയിൽ. അല്ലെങ്കിൽ സവാള ഇങ്ങനെ പുറത്തേക്ക് കാണാം. ഇത് കുറച്ചും കൂടെ ബ്രൗൺ ഷെയ്ഡ് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്തു. ഇവിടെ സവാള നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇടാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതായത് പൊടികൾ എന്ന് പറഞ്ഞാൽ 2 പൊടികൾ മാത്രമേ ഉള്ളൂ. കുറച്ച് മുളക് പൊടിയും പിന്നെ നമ്മുടെ പാവ് ഭാജി മസാലയും. അപ്പോൾ ഞാനിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. കാശ്മീരി മുളക് പൊടി, പിരിയൻ മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ പിരിയൻ മുളക് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ഇട്ടാൽ മതി. അപ്പോൾ ഇത്ര ഇടണ്ട, കുറച്ചോളൂ, എരിവ് കൂടും ഇത്ര ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റണം, അല്ലെങ്കിൽ പിരിയൻ മുളക് പൊടിയുടെ ഒരു കുത്തുണ്ടാവും നമ്മുടെ കറിയിൽ, അത് സൂക്ഷിക്കുക. ഇനി നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കേണ്ടത് പാവ് ഭാജി മസാല. പാവ് ഭാജി മസാല ആദ്യം 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് നോക്കുക. അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളൂ. കാരണം നമ്മുടെ വെജിറ്റബിൾസ് അത് കുറവല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഞാൻ പീസ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മസാല വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ആയതിനു ശേഷം നമുക്കിതിലേക്ക് തക്കാളി, ഞാനിപ്പോൾ 1 തക്കാളി കുഞ്ഞാക്കി ചെറുതാക്കി എരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുക. ഈ മസാലയിൽ കിടന്നിട്ട് തക്കാളി നന്നായിട്ട് കുക്കാവട്ടെ. ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. വേണമെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് കുക്കാവണം കേട്ടോ. തക്കാളി നമ്മളിപ്പോൾ ഇതിലിട്ടിരിക്കുന്ന തക്കാളി നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മറ്റേ മാഷർ വെച്ചിട്ട് മാഷ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് മാഷർ ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല കയ്യിലിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് നന്നായിട്ട് അമർത്തി കൊടുത്താൽ മതി. നന്നായി ഇത് ഉടയണം. എല്ലാതും തക്കാളി ഒന്നും കാണാൻ പാടില്ല. നല്ല നൈസായിട്ട്. ഞാനിത് ഒരിക്കൽ മിക്സിയിൽ വെച്ചിട്ട് ട്രൈ ചെയ്തിട്ട് കേട്ടോ. മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റ് ഡിഫറൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാനത് നിർത്തിയ പരിപാടി. മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യുന്നവർ ഞാൻ അല്ലെങ്കിൽ ഇത്ര കഷ്ടപ്പെടുന്നത്, ഇവരിതിനെ ഇത്ര കഷ്ടപ്പെട്ട് മാഷ് ചെയ്യുന്നവർ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുത്താൽ പോരെയെന്ന് പൊട്ടത്തരം ആലോചിച്ചു ചെയ്ത് നോക്കി. പക്ഷേ നല്ല റിസൾട്ട് ആയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതുപോലെ കുറച്ച് പണിയെടുത്തിട്ട് നമ്മുടെ കയ്യിലിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് മാഷായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോവും ഗ്രീൻ പീസും കൂടെയുള്ള കൂട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് പച്ചക്കറി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, കുട്ടികളെ പറ്റിക്കാം. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതും നന്നായിട്ട് അങ്ങ് മാഷ് ചെയ്ത് കൊടുക്കുക. നന്നായി യോജിക്കണം. കാശ്മീരി മുളക് പൊടി ഇട്ട് ഗുണം എന്താണെന്ന് വെച്ചാൽ കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുണ്ടാവും നമ്മുടെ കറിയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കാശ്മീരി മുളക് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ഇട്ടാലും മതി. ടേസ്റ്റ് എന്തായാലും ഉണ്ടാവും, അത് ഉറപ്പാണ്. നന്നായി എല്ലാ ഭാഗത്തും ഞാൻ മാഷ് ചെയ്തിട്ടുണ്ട്. എക്സസ് ആയിട്ടുള്ള ഇതിൽ നിന്നൊക്കെ നന്നായിട്ട് ഇതിലേക്ക് തുടച്ച് വയ്ക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെള്ളമാണ്. വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് ഗ്രേവി ആക്കണം. നമുക്കിതിനെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമാണ്. ഞാനിപ്പോൾ ഇതൊരു 2.5-3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും. കാരണം ഇത് കുറച്ച് നേരം നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞാലാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. എല്ലാ ഭാഗത്തേക്കും മസാലയ്ക്കൊന്ന് പിടിച്ച് ടേസ്റ്റ് ഉണ്ടാവണം. വെള്ളം ഒഴിച്ച വശം തന്നെ നമ്മളത് ഒരിക്കലും കറികൾ അടുപ്പത്തുനിന്ന് എടുക്കാൻ പാടില്ല. കുറച്ച് നേരം തിളച്ച് എല്ലാം യോജിക്കണം. നമുക്കിതെല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രേവിയുടെ തിക്നെസ് എത്ര വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. അതുപോലെ തന്നെ എന്താ പറയുക, ഇത് ഇരിക്കുമ്പോൾ കുറച്ച് തിക്നെസ് കൂടും. തണുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തിക്നെസ് കൂടും. അതുകൊണ്ട് ഗ്രേവി എപ്പോഴും കുറച്ചൊരു
ഇത് ലൂസായിട്ട് വേണം നമ്മൾ ഓഫ് ചെയ്യാൻ. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി വന്നോളും. ഒരുപാട് തിക്കായി കഴിഞ്ഞാലും ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല. പാവ് ഭാജി കണ്ടിട്ടില്ലേ പുറത്തൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ, അതായത് ഒരു സെമി മീഡിയം തിക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടാറ്. അപ്പോൾ എല്ലാം നന്നായിട്ട് അങ്ങ് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് കഷ്ണങ്ങളെന്ന് പറഞ്ഞിട്ട് വായിൽ പോകാൻ കഷ്ണങ്ങളൊന്നും ഇല്ല അതിൻ്റെ ഉള്ളിൽ. എല്ലാം നന്നായി യോജിച്ചിട്ടുണ്ട്. നന്നായി തിളക്കട്ടെ. ഇനിയിപ്പോൾ ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. എന്തെങ്കിലും ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് കുറച്ച് കുറവാണോ ഇതിന്? എരിവ് അത്യാവശ്യത്തിനുണ്ട്. എല്ലാം ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണ്. ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സത്യം പറയുന്നത് ഭയങ്കര എളുപ്പമാണ് കറി ഉണ്ടാക്കാൻ. ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീട്ടിൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പാവ് ഭാജി മസാല ഇപ്പോൾ എല്ലാ സ്ഥലവും ഇപ്പോൾ നാട്ടിലും അവൈലബിൾ ആണ്, എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ അത് വാങ്ങിച്ച് ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കും ഇഷ്ടമാവും ഒരു വെറൈറ്റി ഫുഡൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ. അപ്പോൾ ഇത് നന്നായി തിളക്കട്ടെ കേട്ടോ. നന്നായി ഒരു 5 മിനിറ്റോളം തിളക്കട്ടെ, ഒന്ന് കുറുകട്ടെ. പിന്നെ തിളയ്ക്കുന്ന സമയത്ത് സൂക്ഷിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, അത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഒരു ഡിസ്റ്റൻസ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ മുഖത്തേക്കോ കയ്യിലേക്കോ ഒക്കെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ ഗ്രേവി ഐറ്റംസ് ഒക്കെ തിളപ്പിക്കാൻ പറയുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറ്റിയിട്ട് നമ്മൾ പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ തിളയ്ക്കുമ്പോൾ ഒന്ന് മാറി നിൽക്കുക കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം 5 മിനിറ്റോളം നന്നായി ഇത് തിളപ്പിക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ എക്സസ് ആയിട്ടുള്ള ഗരം മസാലയുടെ എന്തെങ്കിലും കുത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പൊക്കോളും. അപ്പോൾ അതിന് ശേഷം നമുക്കിത് ഗാർണിഷ് ചെയ്യാം. മിനിറ്റോളം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ലെമൺ ജ്യൂസാണ്. നിങ്ങൾക്ക് എത്ര ലെമൺ ആ ഒരു പുളിയുടെ ഫ്ലേവറിന് ഇഷ്ടം അത്ര അനുസരിച്ചും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം ലെമൺ ജ്യൂസാണ് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എപ്പോഴും സെർവ് ചെയ്യുമ്പോൾ ഒരു ലെമണിൻ്റെ ചെറിയ പീസും കൊത്തിയരിഞ്ഞിട്ടുള്ള സവാളയും പച്ചമുളകാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാറ്. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ സെർവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അവസാനമായിട്ട് മിനുക്കൂണി ചെയ്യട്ടെ. ഇതിലേക്ക് നമുക്ക് വീണ്ടും കുറച്ച് ഉലുവയുടെ കസൂരി മേത്തി ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ മല്ലിയിലയും കൂടെ ഇങ്ങനെ തൂക്കി കൊടുക്കുക. പിന്നെ ചിലവർ ഇതിൽ കുറച്ച് കൊത്തിയരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാറുണ്ട്. ഞാനിപ്പോൾ ഇപ്പം ഇടുന്നില്ല. നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ സവാളയും പച്ചമുളകും ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അവസാനമായിട്ട് ഇച്ചിരി ബട്ടറിൻ്റെ ഒരു ചെറിയ പീസും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക. നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഓപ്ഷനിലാണ്. അപ്പോൾ അതൊരു കറക്റ്റായിട്ട് ഒരു ദാബ സ്റ്റൈലിലൊക്കെ ഉള്ളൊരു ഇത് കിട്ടും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പാവ് ഭാജി മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കണ്ടില്ല ഈ ഒരു തിക്നെസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഓഫ് ചെയ്യുമുള്ളത്. ഇനി കളർ ഇതിൽ കാണുന്ന കളർ ക്യാമറയിൽ വേറെ കളറായിട്ടും കാണുന്നത്, പക്ഷെ കുറച്ചും കൂടി ഡാർക്ക് കളറാണത് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട കാരണം. ഇനി ചില പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അവർ കളർ ചേർക്കാറുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിൽ കളർ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല കളർ ഉണ്ട് നമ്മുടെ ഗ്രേവിക്ക്. ഞാനിപ്പോൾ ഇവിടെ പാവ് ബണ്ണിൻ്റെ കൂടെയാണ് ഭാജി സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോ ബണ്ണ് ഇതുപോലെ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മക്കൾക്ക് കൊടുത്തു വിടാറ്. അതേസമയം ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോയി ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന സമയത്ത് അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നടുവിൽ കൂടെ ഒന്ന് മുറിക്കും. എന്നിട്ട് 2 ഭാഗം ബട്ടറിൽ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. എന്നിട്ട് അതിനുശേഷം നമുക്ക് തരാറ്. അപ്പോൾ ചിലപ്പോൾ അവർ കുറച്ച് ഭാജി മസാലയും ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് സ്റ്റഫിങ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇതുപോലെ ചുമ്മാ സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമ്മുടെ ഭാജിയും കൂടെ സെർവ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ താല്പര്യം വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ. അപ്പോൾ ഞാനിത് സെർവ് ചെയ്യട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കണ്ട തിക്നെസ് കണ്ട, ഇതാണ് നമ്മുടെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഈ ഒരു തിക്നെസ്സാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാൻ ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചതിന് ശേഷം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല. കറക്റ്റ് പുറത്തുനിന്ന് കിട്ടുന്ന അടിപൊളിയായിട്ടുള്ള പാവ് ഭാജി 4 പേർക്ക് ഉള്ള ഒരു അളവാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചേക്കുന്നത്. വീട്ടിൽ 2 ബണ്ണ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാവ് ഭാജി മസാല ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടെ ആവട്ടെ അല്ലേ. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, പിന്നെ 2 ലെമണിൻ്റെ വെഡ്ജസ്, 2 നെടുകെ കീറിയ പച്ചമുളക്, പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ചും കൂടെ മല്ലിയില ഗാർണിഷിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ഈസി പാവ് ഭാജി മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം എന്നോട് അഭിപ്രായം പറയാം. അപ്പോൾ ഇത് ഞാൻ കഴിക്കട്ടെ, പിള്ളേർ വരുമ്പോൾ പിള്ളേർക്കും കൊടുക്കട്ടെ. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്